back to my channel. നമ്മളന്ന് പോകുന്നത് ഒരു ഫംഗ്ഷനാണ്. ആ ക്യാമറയും വീഡിയോയിലായിട്ട് കടക്കണ്ടേ. നമ്മളെ കൂടെ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ. അവരെ കണ്ട് അവന്റെ പണി ഇത്ര നേരം കാണിച്ചു തരാം. ഇതായിരുന്നു അവന്റെ പണി. ഇതായിരുന്നു എറുമ്പിനെ കൊല്ലുന്ന പണി കിട്ടും. വേറെ അവനെ എറുമ്പിനെ കൊല്ലുന്ന പണിയായിരുന്നു. എന്തായാലും നമുക്ക് ട്രിപ്പിന്റെ കാര്യങ്ങളിലേക്ക് നേരെ നമുക്ക് പോകാം. നമ്മൾ ആദ്യം പോയത് ചെരുപ്പ് വാങ്ങാൻ കേട്ടോ. പുതിയ ചെരുപ്പ് വാങ്ങിയതാണ്. അപ്പോൾ അന്നത്തെ ചെരുപ്പൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ചെരുപ്പ് വാങ്ങാനായിട്ടാണ് പോയത്. പിന്നെ നമ്മൾ ആ എക്സിബിഷന് കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ ഫുഡ് കോർട്ടായിരുന്നു. അപ്പോൾ അവിടെ പാനിപ്പൂരിയോ പലതരം സാധനങ്ങളായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലേ കേട്ടോ. അതുകൊണ്ടല്ലേ നമ്മളങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തി. എല്ലാം കണ്ടപ്പോൾ ആകെപ്പാടെ തല ഇറങ്ങിപ്പോയി. അങ്ങനെ ഒരു തീരുമാനം എത്തിയിരിക്കുന്നു. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എത്തും നമ്മൾ പൂരിയും ചിക്കൻ കറിയും കേട്ടോ നമ്മളെടുത്ത്. പൂരിയും കടലക്കറിയാണ് എടുത്ത് കേട്ടോ. റെഡിയല്ല നമ്മൾ തിന്ന് അത്ര ടേസ്റ്റില്ലായിരുന്നു. രാവിലെ കഴിച്ചിറങ്ങിയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാണാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതല്ലേ എത്രയോ സാധനങ്ങളാണ്. നിറച്ചു ഹാർബിക്കും എല്ലാ സാധനവും ഉണ്ട്. മുന്നോട്ട് പോകുന്ന ഞാൻ എല്ലാം പറഞ്ഞ വിഷയം. അപ്പോൾ ഫുഡ് കോർട്ടിൽ തന്നെ ഇതാ കണ്ടില്ലേ ദോശ കിട്ടിയാണ്. പിന്നെ ഏത് ഭക്ഷണം പറഞ്ഞില്ല. കണ്ടില്ലേ ഇവിടെ ആദ്യം തന്നെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടിട്ടോ. കണ്ടില്ലേ. പിന്നെ അതാ നമ്മൾ ഉള്ളിൽ കയറി വന്നപ്പോൾ അതാ കാണുന്ന കാഴ്ചകളാട്ടോ. നോക്കാം, ഇവിടെ കയറി ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. നിരവധി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഉള്ളിയെ കയറി തരിക ഇങ്ങനെ ഇരിക്കും. കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്നും പറയണ്ട. ഞാൻ എന്താ കളിക്കുന്നത് ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വയനാട്ടിലെ ചൂരന്മലയും മുണ്ടക്കത്തായോ അങ്ങനെ എന്താ പൊട്ടിയില്ലേ. അത് വീണേൻ്റെ എഫക്റ്റ് ആട്ടോ. അത് അതിൻ്റെ ഒരു ഇതാണ് കണ്ടില്ലേ. ഇത് കണ്ടില്ലേ. ഇതുമാതിരി കുറേ ആൾക്കാർ മേടിച്ചു കൊടുക്കുന്നു. 6 വെള്ളത്തിൽ വീഴോ JCB ഒക്കെ വന്നതും കണ്ടില്ലേ. സെക്യൂരിറ്റി രക്ഷിക്കുന്നതൊക്കെയാണ്. ഇവിടെ ഒരു സ്ഥലമുണ്ട് കോഴിക്കോട് തന്നെ. അതിൻ്റെ ഒരു മാപ്പാട്ടത് ഒരു മീൻ പിടിക്കുന്ന സ്ഥലം. ഏതാ ബൾബ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾ മനസ്സിലാവാറുണ്ട്. എൻ്റെ ക്യാമറ താന്നു പോയതുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സാധനം എടുക്കുന്നു. അതിൽ സ്വിച്ച് ബോർഡ് മാറ്റുന്നു കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ കമ്പിയൊക്കെ എടുത്തു. പിന്നെ അടിക്കുന്നു. സിമ്പിൾ ബൾബായിരുന്നു. ഒന്ന് നമ്മൾ അവിടെ പോയി വാങ്ങി. അതുപോലെ കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു. നെയിൽ കട്ടർ വെച്ചിട്ട് ടോല് ഇതൊക്കെ ആക്കുന്നുണ്ട്. വയറൊക്കെ കട്ട് ചെയ്യുന്നു. ഒരു ഇരുമ്പിൻ്റെ ഇതൊക്കെ. പിന്നെ നമുക്ക് പാക്ക് ചെയ്തിട്ട് അത് തന്നിട്ടു. പിന്നെ ആളെ കുറച്ച് ടീമുണ്ടായിരുന്നു. എൻ്റെ അനിയന് കൊടുത്തു. പക്ഷെ എനിക്കൊരു പാട്ട് ഞാൻ അന്തം വിട്ട കുണ്ടുംപാരിയാണ് നിന്നിട്ടോ. ഇത് നമ്മൾ തിയേറ്റർ കയറിയായിട്ട് AC ഇത് ഒരു സിനിമ കാണാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. എന്നാൽ നമ്മൾ ആദ്യം കയറി ഇരുന്നാൽ നമുക്ക് സീറ്റ് കിട്ടും. എൻ്റെ അനിയനൊക്കെ ഭയങ്കര നോക്കാം കാണാൻ. എന്താ ഒരു ഇതും ഇല്ലാത്ത സിനിമയിൽ. പിന്നെ അത് നമുക്ക് ഐസ്ക്രീമൊക്കെ പിന്നെ ഇവിടെ ഇതുണ്ടായത് വെള്ളത്തിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന
വെള്ളം കൈകളിലേക്ക് വീണായി എന്തൊരു എക്സ്പെരിമെന്റ് നമുക്ക് കാണിച്ചൊന്നും തന്നില്ല. ഭക്തി മോഡലാണ് നമുക്ക് കാണിച്ചു തന്നില്ല. അത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അറിയില്ല. ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ. എന്തോ ഒരു വാട്ടർ ടാങ്കിൻ്റെ എന്തോ പരിപാടി ഉണ്ട്. അതിൻ്റെ ഇതാണ് കാണുന്നത്. പിന്നെ അതില്ല റോബോട്ടാണ് ഇതിൻ്റെ ഒരു ഗ്ലാസ്സൊക്കെ ഉണ്ട്. അത് ഞാൻ ചേരണമെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കളിച്ചോണ്ടിരിക്കാം കേട്ടോ. ആ വണ്ടി ഓടിക്കുന്ന മെക്കാനിക്സ് ആണ്. ഫോണിൽ തന്നെ അതിൻ്റെ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് കളിക്കട്ടെ. ഓല് പറഞ്ഞു തരാണ് ഇത് മറ്റേ ഒരു ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ഒരു വീട്ടിലേക്ക് എത്തിയിട്ട് ഇവിടുന്ന് നേരെ ഐസൻ്റെ വീട്ടിലേക്കാണ്. ഇത് ഐസനെ പൊന്തിക്കുകയാണ്. അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പിന്നെ അവിടെ ചെത്തൈക്കലായിരുന്നു എണ്ണ ഉണ്ടാക്കണ്ടായി. ഇപ്പം ചെത്തൈക്കലാണ്. ഐസയാണ് അത് മോണ്ടാവാൻ മനസ്സിലാവില്ല. ഞാൻ അതിൻ്റെ അടുക്ക് അതൊക്കെ പറിച്ച് തിന്നു കേട്ടോ. കണ്ടിട്ട് തിന്നാൻ തോന്നിയിട്ട് ഞാൻ തിന്നു കേട്ടോ. ഒരു പൊളിച്ചെടുത്ത് ഞാൻ തിന്നു. ഇങ്ങനെ തന്നെ കുറേ നേരമായി. ഐസമായി തന്നെ ഞാൻ അതിനെ കൊടുക്കുന്നു, ഞാൻ തിന്നുന്നു. ഇങ്ങനെ കുറേ നേരമായിട്ടാ. കുറേ നേരം പണിയിലായിരുന്നു. 100 തേങ്ങെങ്കിലും. പിന്നെ നമ്മളെ കറി വെച്ച് കളിക്കാനുള്ളത് കുറേ ചേർത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കറി കളിക്കാനുണ്ട്.